ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വടക്കഞ്ചേരി ഹൈവേയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിള് സർവീസിന് എടുക്കാൻ പോണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സൈക്കിൾ ഒന്ന് കണ്ടു തരൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സീറ്റ് മാറ്റണം. പിന്നെ നമ്മുടെ ഒരു CC ബെല്ല് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റിക്കർ നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മളെ സ്റ്റിക്കറിന്ന് എല്ലാം അഴിച്ചളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രഷ് 2 മാറ്റുന്നുണ്ട്. പിന്നെ പെഡലിന് ചെറിയ ശബ്ദം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പെഡലിന് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ ബാക്ക് വീലിൻ്റെ വാൽ ട്യൂബ് മാറ്റുന്നുണ്ട്. അതെന്താ വെച്ചാൽ കാറ്റ് കയറുന്നില്ല, അതാണ് സംഭവം. ഇപ്പോൾ അത്യാവശ്യമുള്ള കാറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു അതായത് നമ്മുടെ സൈക്കിള് പുതിയതാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ കാണാം. നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് മൊത്തം 5 വർഷമായി. അപ്പോൾ അതിൻ്റെതായ ചില മറ്റേ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പുതുക്കി പണിയാൻ പോവാണ്. അപ്പോൾ അതാ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് പണി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇന്ന് നേരാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും നമ്മുടെ സൈക്കിള് എല്ലാ പണിയും കഴിഞ്ഞിട്ട്. എല്ലാ പണിയല്ല, ഒരു പണി മാത്രമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യമാണ്. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. പക്ഷേ ഏത് കടയിലും അത് ഒട്ടിച്ചില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു കടയുണ്ട്, നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്ക് അവിടെ സമയമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സൈക്കിളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സൈക്കിള് എന്തൊക്കെ പണി കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരും. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ സൈക്കിളിൽ സീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതാ സീറ്റ് മാറ്റി, സീറ്റ് കവർ വെച്ചു. സീറ്റ് വെച്ചാൽ ഈ സീറ്റിൻ്റെ ഈ ബോഡി തന്നെ മാറ്റിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് സീറ്റ് വേറെ വെച്ചു, സീറ്റിൻ്റെ കവറ് മാറ്റി. എന്നിട്ട് പിന്നെ ഒരു റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിളിൽ മറ്റേ ഈ ഒരു കയറ്, അതായത് നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനൊരു കയറ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സൈക്കിളിൻ്റെ വീലിന് തുരുമ്പൊടിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുത്തളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വർക്കിംഗ് ആകുന്ന സമയത്ത് തുരുമ്പ് നിൽക്കില്ല എന്നാണ് പറഞ്ഞ ആൾ. പിന്നെ 2 റിഫ്ലക്ടർ പുതിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്, താഴെയും മുകളിലായിട്ടൊന്ന്. പിന്നെ പെഡൽ നമ്മൾ 2 മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ പെഡലിന് നല്ല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും 5 വർഷമായില്ലേ സൈക്കിൾ എടുത്തിട്ട്, അപ്പം പിന്നെ നമുക്ക് എന്തായാലും പെഡൽ മാറ്റിയേ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ പെഡൽ മാറ്റി, ഇവിടുത്തെ മാറ്റി, അപ്പുറത്തെ മാറ്റി, 2 സൈഡത്തെ മാറ്റിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട്. അത് ഒന്നുമില്ല, അത് വെറുതെ ഷോയ്ക്കാണ്. പിന്നെ അടുത്ത് വെച്ച നമ്മുടെ ലൈറ്റാണ്. ഈ ലൈറ്റിനെല്ലാം കൂടി, ലൈറ്റിന് ഇൻഡിക്കേറ്ററും കൂടി ഒരേപോലെയാണ്. എന്താ വെച്ചാൽ ലൈറ്റിന് ഇൻഡിക്കേറ്ററും കൂടി ഒരു 280 മിനിറ്റ് അത്ര ആയിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ CC ബെല്ലാണ് നമ്മൾ മറ്റേ വലിയ സൈക്കിളിന് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു ബെല്ലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ബെല്ല് കിട്ടിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ശബ്ദം വെച്ചാൽ ഇങ്ങനെയാണ് ശബ്ദം. പക്ഷേ ഇതിനെക്കാട്ടിൽ ഇത്തിരി ഡിഫറൻസ് ആണ് ഈ ശബ്ദം. കണ്ടില്ലേ, എക്കോ കൂടുതലാണ്. ലേലൊന്നും എക്കോ കൂടുതലാണ്. പിന്നെ ലൈറ്റ് വെച്ചാൽ കാണിച്ചു തരാം. 1 2 3 ഇതൊക്കെയുള്ളത്, അതായത് 3 വട്ടം ആക്കാൻ പറ്റും. പിന്നെ അടുത്ത ഓഫാണ്. അപ്പോൾ ഇതിൻ്റെ രാത്രി അതിൻ്റെ എത്ര ദൂരം ലൈറ്റ് പോണ്ടെന്നും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെയും മൊത്തം 4 ഇതാണ്. അതിങ്ങനെ കുറച്ച് അമർത്തി പിടിച്ചാൽ തന്നെ വന്നോളും. 1 2 കാണാൻ കഴിയുണ്ടാവും, 3 4, മൊത്തം 4 ലൈറ്റുള്ളത്. നല്ല ഭയങ്കര ഇതുണ്ട്. അതായത് കുറേ ദൂരം വേണമെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും കത്തുന്നത്. എന്തായാലും നമുക്കിത് ഒരു അഡ്വാൻറ്റേജ് സാധനം തന്നെയാണ്. നമ്മൾ പൈസ ഒന്നും പോയിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ തന്നെ ഓഫ് ആയിക്കോളും. പിന്നെ അടുത്ത് വെച്ചാൽ ഒരു റിഫ്ലക്ടർ നമ്മൾ ഇവിടെ പുതിയ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫ്രണ്ടിലത്തെ ആൾക്കാർക്ക് ഫ്രണ്ടിൽ വലിയ ബൈക്കോ കാറ് വരുന്ന സമയത്ത് നമ്മൾ കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും അതൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈക്കിൾ മൊത്തം 3 ബെല്ലാണ്. ഇതും പഴയ ബെല്ലാണ്. അപ്പോൾ പഴയ ബെല്ല് കളയേണ്ട പറഞ്ഞിട്ട് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ അടിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പുറത്തൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 ബെല്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ വേറെ വെച്ചാൽ ഇതൊന്നും മാറ്റിയിട്ടില്ല. ഇതൊക്കെ പഴയ തന്നെ. ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിൽ മുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്, 1ഉം 2ഉം. പിന്നെ മുത്തും ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ തുരുമ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഷോയ്ക്ക് തന്നെ. പിന്നെ സ്റ്റിക്കർ അടിക്കുന്ന വീഡിയോ നമ്മളെന്തായാലും ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ രാത്രിയിലത്തെ വീഡിയോ കാണാം. ഓക്കെ ചാമാരെ, അപ്പം നമ്മുടെ സൈക്കിൾ ഇത് എവിടെയുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആ റിഫ്ലക്ടറെ കൊണ്ട് സൈക്കിൾ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ബാക്കിലത്തെ റിഫ്ലക്ടർ, അതായത് ചുമന്ന റിഫ്ലക്ടർ നമ്മൾ ഓണാക്കിയത് തന്നെ ആ സൈക്കിള് വേറെ ലെവലായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ നമ്മൾ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ടില്ല. ഹെഡ്ലൈറ്റ് ഓണാക്കി എത്തിയും കൂടി നമുക്ക് കാണാം. 1 മിനിറ്റ് ഹെഡ്ലൈറ്റ് ഓണാക്കാം. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്കിത് അവിടെ കാണുന്നുണ്ടാവും. അവിടെ ഹെഡ്ലൈറ്റ് ഓണാക്കിക്കൊണ്ട് ഇതാ നല്ല പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പവർ കണ്ടില്ലേ, ആ ഒരു ലൈൻ കണ്ടില്ലേ, അതാണ് അതിൻ്റെ പവർ എന്ന് പറയണത്. ആ ലൈറ്റിൻ്റെ പവർ എന്ന് പറയണത് അത്രയും നല്ല ഷാർപ്പായിട്ട് അത് പോണത്. അപ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റർ നമുക്കൊന്ന് എത്ര സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞു തരാം. ഇതാണ് ഒരു സ്വിച്ച്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കാം ആദ്യം. രണ്ട് 3 4 മൊത്തം 4 ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് നമുക്ക് കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, നല്ല വെട്ടം തന്നെയുണ്ട്. ഒന്ന് സാധാ ഇത് വെട്ടം, പിന്നൊന്ന് ഡിമ്മായിട്ടുള്ള വെട്ടം, പിന്നൊന്ന് ഡിസ്കോ. കണ്ടില്ലേ, നല്ല തന്നെയുണ്ട്. നമുക്കൊന്ന് ഡിസ്കോ ആക്കി നോക്കാം. ആഹാ, തിളങ്ങണം. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈറ്റും സൈക്കിളും എല്ലാം നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.